afternoon. Good afternoon, ma'am. Okay, good afternoon. Can you be? Okay, Kartika. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണോ എല്ലാവർക്കും? ആരും ഒന്നും പറയുന്നില്ലല്ലോ, എന്താണ് ശോകമാണല്ലോ എല്ലാവരും? ഓക്കെ, നിങ്ങൾ സുഖമാണല്ലേ? ഇവിടെ നിങ്ങളുടെ വായന എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സ്ഥിരമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ആരൊന്നും മിണ്ടില്ല അല്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എന്തെങ്കിലും പറഞ്ഞു നിർത്തി പറയാ, PMW ആക്ട് പറഞ്ഞു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇഷ്യൂ ഓഫ് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് അല്ലെ, അവിടെ വരെയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. അത്രയും ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഇഷ്യൂ ഓഫ് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് പറഞ്ഞതാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ വൈകല്യം ഉള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് ആണ് കേട്ടോ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് അഥവാ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട്, അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട നിയമം എന്താണെന്ന് നോക്കാം. ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് അഥവാ THOA. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ആവട്ടെ തരാം, THOA എന്നാവും തരാം. അപ്പൊ അത് എല്ലാത്തിന്റെയും നിങ്ങളത് നോക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് CPA എന്നൊക്കെ ആവും തരുന്നുണ്ടാവാം. ഓക്കെ, അതുപോലെ RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് RTI എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് ആക്കിയിട്ടാണ് തരാം കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, കൺഫ്യൂഷൻ ഒന്നും വരരുത്. അപ്പൊ THOA എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്നാണ് കേട്ടോ. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്. ഇതാണ് വർഷം 1994 കേട്ടോ, 1994. ഇതേ വർഷത്തിന് തന്നെ നമ്മൾ വേറൊരു ആക്ട് കൂടെ പഠിച്ചെല്ലാം ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഇതേ വർഷത്തില് നമ്മൾ വേറൊരു ആക്ട് കൂടെ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതായിരുന്നു അത്? ഏതായിരുന്നു? ഓർമ്മയില്ല, വായിക്കുന്നില്ലേ? ഏതായിരുന്നു ആക്ട്? 1994 വേറൊരു ആക്ട് കൂടെ നമ്മൾ പഠിച്ചല്ലോ. ഏതായിരുന്നു? PCPNDT ആക്ട് ഓർമ്മയുണ്ടോ? PCPNDT ആക്ട്. അത് ഏത് വർഷമായിരുന്നു? 1994 സെപ്റ്റംബർ 20 പഠിച്ചതല്ലേ? അതേ വർഷത്തിൽ തന്നെയുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. ഓക്കെ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് THOA 1994 was enacted to provide a system of removal, storage and transplantation of human organs for therapeutic purposes and for the prevention of commercial dealings in human organs. അത് അത്രയും ഫുൾ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് 1994 വന്നിട്ടുള്ള ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചികിത്സാപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഈ മനുഷ്യാവയവങ്ങൾ നീക്കം ചെയ്ത് അതിന്റെ സംഭരണം, മാറ്റിവെക്കൽ എന്നിവ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ഈ മനുഷ്യാവയവങ്ങളുടെ വാണിജ്യ ഇടപാടുകള് തടയുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇത് THOA ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ അവയവ മാഫിയനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. ഒരു കാലഘട്ടത്തിൽ കൂടുതലായിരുന്നു, ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ്, അതിനൊക്കെ കൃത്യമായിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. അതായത് ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട്, ചികിത്സയുടെ ഭാഗമായിട്ട് മനുഷ്യാവയവങ്ങൾ നീക്കം ചെയ്യല്, മാറ്റിവെക്കല്, അതിന്റെ സംഭരണം എന്നിവ നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ
മനുഷ്യാവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാണിജ്യ ഇടപാടുകള് തടയുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ് THOA ആക്ട് എന്ന് പറയുന്നത്. ഇതാണ് വർഷം 1994 കേട്ടോ. 1994 ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. ഇത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അതേ വർഷം നമ്മൾ പഠിച്ച വേറൊരു ആക്ട് കൂടി ഉണ്ട്, PCPNBT ആക്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. This was enacted to provide a system of removal, storage and transplantation of human organs for therapeutic purposes and for the prevention of commercial dealings in human organs. Okay, clear? ഇനി നോക്കാം, THOA is now adopted by all states except Andhra and Jammu and Kashmir who have their own similar laws. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് നിലവില് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു ആക്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിലേക്ക്, ഇതൊക്കെയാണ് ഒന്ന് ആന്ധ്രാപ്രദേശും മറ്റൊന്ന് ജമ്മു കാശ്മീരുമാണ് കേട്ടോ. ആന്ധ്രാപ്രദേശും ജമ്മു കാശ്മീരും ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ഒരു ആക്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സംസ്ഥാനങ്ങൾ മാത്രം മാറ്റി നിർത്തി? അത് വേറൊന്നുകൊണ്ടല്ല, ആന്ധ്രാപ്രദേശിലും ജമ്മു കാശ്മീരിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായ ചില നിയമങ്ങളുണ്ട്. അതാണ് അവരത് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ട്രാൻസ്പ്ലാന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സ്റ്റേറ്റുകൾക്ക് അവരുടേതായ ചില നിയമങ്ങളുണ്ട്. അതാണ് അവര് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ഓർത്ത് വെക്കാം. ഏതൊക്കെ 2 സംസ്ഥാനങ്ങളെയാണ് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്താന്ന് വെച്ചാൽ അത് ആന്ധ്രാപ്രദേശും ജമ്മു കാശ്മീരും ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണം. അവർക്ക് ആ നിയമം ഇല്ല എന്നല്ല പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സംസ്ഥാനത്തിൻ്റെതായ നിയമങ്ങളുണ്ട്. അതാണ് അവര് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ the Transplantation of Human Organs Act, THOA 1994, that was enacted in the year 1994 and has been adopted. അത് ഒരെണ്ണം മതി കേട്ടോ, വീണ്ടും 1994 പറയണ്ട, 1994 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. And has been, സെയിം കാര്യം തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. And has been adopted in all states except എന്നാണ് കേട്ടോ, except by the state of Jammu Kashmir and Andhra Pradesh, which have their own legislation in this regard. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2 സംസ്ഥാനങ്ങൾക്കും അവരുടേതായ നിയമങ്ങളുണ്ട്. ഓക്കെ, അതാണ് അവര് ഫോളോ ചെയ്യുന്നത്. The main purpose of the act is to regulate the removal, storage and transplantation of human organs for therapeutic purposes and for the prevention of commercial dealings in human organs. കേട്ടോ, എന്ത് പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മുടെ മനുഷ്യാവയവങ്ങളുടെ നീക്കം ചെയ്യല്, അതിന്റെ സംഭരണം, മാറ്റിവെക്കല്, അത് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വാണിജ്യ ഇടപാടുകള് തടയുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇടയ്ക്ക് അവയവ മാഫിയ, അത് വളരെ അവയവ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിലേക്ക് നിയന്ത്രിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ടാണ്. ചിലപ്പോൾ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കൊണ്ടുവരുന്ന പേഷ്യന്റിന് ചിലപ്പോൾ റിക്കവർ ചെയ്ത് പോകുന്ന പേഷ്യന്റ് ആയിരിക്കും, ചിലപ്പോൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ മാറ്റി അവരുടെ അവയവങ്ങൾ എടുത്തു മാറ്റുന്ന ആ രീതിയിൽ അവയവ മാഫിയകളൊക്കെ. ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമയിലെ കണ്ടിട്ടില്ലേ? ഓക്കെ, അല്ല, അങ്ങനെ ഒരു മാഫിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അത്തരം വാണിജ്യ ഇടപാടുകളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് കേട്ടോ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും പോയിന്റുകൾ കിട്ടിയല്ലോ. 1994 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു ആക്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് 2 സംസ്ഥാനങ്ങൾ ഒഴികെ? അതാണ് ശ്രദ്ധിക്കേണ്ടത്, ആന്ധ്രാപ്രദേശ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. The act was amended in 2011 and the Transplantation of Human Organs Amendment Act 2011 came into force on 10/1/2014 in the state of Goa, Himachal Pradesh, West Bengal and Union Territories. അപ്പോ ഈ ഒരു നിയമം 2011 എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. 1994 ആക്ട് ആണ് അത്. 2011 എന്ത് ചെയ്തു? ഈ ഒരു ആക്ട് ഭേദഗതി ചെയ്തു. പിന്നീട് ഈ നിയമം നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് അമെന്റ്മെന്റ് ആക്ട് എന്നാണ് നമ്മൾ പറയാം. അമെന്റ്മെന്റ്, ഭേദഗതി ചെയ്ത നിയമം കേട്ടോ. അമെന്റ്മെന്റ് ആക്ട് 2011, 2011 ഈ ഒരു നിയമം ഭേദഗതി ചെയ്തു.
ഭേദഗതി ചെയ്ത നിയമം നിലവിൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയോ? അത് 2014 ജാനുവരി 10-നാണ് കേട്ടോ. ഓക്കെ, ഭേദഗതി നടന്ന വർഷം 2011-ലാണ്. പക്ഷെ ഭേദഗതി ചെയ്ത വർഷം തന്നെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 2014 ജാനുവരി 10-നാണ് കേട്ടോ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ഗോവ, ഹിമാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, അതുപോലെ മറ്റെല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ ഭേദഗതി ചെയ്ത നിയമം എന്നാണ് പ്രാബല്യത്തിൽ വരുന്നത്? ആ ഡേറ്റ് ഓർത്ത് വെക്കാം, 2014 ജാനുവരി 10. 1994 നിയമം 2011 ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്ത നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2014 ജാനുവരി 10-നാണ്. അന്ന് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലും മറ്റെല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ ഭേദഗതി നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ other states who have adopted the Amendment Act till the date are Rajasthan, Sikkim, Jharkhand, Kerala, Orissa, Punjab, Maharashtra, Assam, Haryana, Manipur, Gujarat and Bihar and Uttar Pradesh. അപ്പൊ നിലവില് ഇന്നേക്ക് വരെ ഈ പറയുന്ന ആക്ട് നടപ്പിലാക്കിയിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ പേരുകളാണ്. അതായത് ഭേദഗതി നിയമം ഭേദഗതി നിയമം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി നിലവിൽ ഇതുവരെയുള്ള എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. രാജസ്ഥാൻ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും, ജമ്മു കാശ്മീരും ആന്ധ്രാപ്രദേശും ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ആക്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് 2014 ജനുവരി 10 ഇമ്പോർട്ടന്റ് ആകേണ്ട നമുക്ക് ചോദിക്കാം. അതുപോലെ ഏത് വർഷമാണ് ഇത് അമൻഡ് ചെയ്തത്? 2011. അമൻഡ് ചെയ്ത ആക്ട് ഏത് വർഷമാണ് പ്രാബല്യത്തിൽ വന്നത്? 2014 ജനുവരി 10. ഇനി ഈ ഒരു അമെൻഡ്മെന്റ് ആക്ട് ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The amended act is now named Transplantation of Human Organs and Tissues Act. അതൊന്ന് ചേർത്തിട്ടുണ്ട്. ടിഷ്യൂസ് ആക്ട്, THOTA ആക്ട് എന്നാണ് കേട്ടോ. നേരത്തെ THOA മാത്രമല്ല ഉണ്ടായിരുന്നല്ലോ, ഒരു ടിയും കൂടെ അഡീഷണൽ കയറി വന്നിട്ടുണ്ട്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നിലവിലെ പേരെന്താണ്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994. ഓക്കെ, ഇത്രയും പോയിന്റുകൾ കിട്ടിയല്ലോ, മനസ്സിലായോ? പോയിന്റുകൾ മാത്രം പഠിച്ചു വെക്കാം കേട്ടോ, വാരി വലിച്ചൊന്നും പഠിക്കേണ്ട. നിങ്ങള് വർഷം ഓർത്തു വെക്കാം. എന്ന് ഭേദഗതി ചെയ്തു, ഭേദഗതി ചെയ്ത നിയമം എന്ന് പ്രാബല്യത്തിൽ വന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്, അതുപോലെ ഇപ്പൊ അറിയപ്പെടുന്ന പേരെന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വരുന്നത് ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ലീഗൽ ഡെത്ത് ഇൻ ഇന്ത്യ അണ്ടർ ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് കേട്ടോ. ഈ ഒരു ആക്ട് അനുസരിച്ച് നമ്മൾ ഈ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന കേസുകൾ ഉണ്ടല്ലോ, മസ്തിഷ്ക മരണം സംഭവിക്കുന്ന കേസുകളൊക്കെ നിയമപരമായിട്ട് മരണമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലീഗൽ ഡെത്ത് ആയിട്ട് തന്നെ, നിയമപരമായിട്ട് മരണമായിട്ട് തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ബാക്കി ശരിക്കും പറഞ്ഞ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച എല്ലാം തീർന്നു അവിടെ, അറിയാലോ. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു നിയമം അനുസരിച്ചിട്ടാണ് ബ്രെയിൻ ഡെത്ത് കേസുകളെല്ലാം, ബ്രെയിൻ സ്റ്റെം ഡെത്ത് കേസുകളെല്ലാം തന്നെ ലീഗൽ ഡെത്ത് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിൻസ് 1994, like many other countries which have revolutionized the concept of organ donation after death. അപ്പൊ മറ്റു പല രാജ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും മരണാനന്തര അവയവദാനത്തിന് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. കാര്യം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവയവങ്ങൾ എടുത്തു മാറ്റാം, മറ്റാർക്കെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ 1994 മുതൽ ഈ നിയമപ്രകാരം ബ്രെയിൻ ഡെത്ത് കേസുകളെല്ലാം തന്നെ ലീഗൽ ഡെത്ത് ആയിട്ട് കണക്കാക്കിയിട്ട് അങ്ങനെ സംഭവിച്ച ആളുകളിൽ നിന്നും ഈ പറയുന്ന ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അതിലൊരു വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് മുതൽ 1994 തൊട്ട് ഇന്ന് വരെ നമുക്ക് അതിലൊരു വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ, ആഫ്റ്റർ നാച്ചുറൽ കാർഡിയാക് ഡെത്ത് only a few organs or tissues can be donated, including vital organs such as kidney, heart വിട്ടല്ലോ കേട്ടോ. കാർഡിയാക് ഡെത്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഹാർട്ട് ഡെത്ത് ആയി എന്നാണ് അർത്ഥം. പിന്നെ ആ ഹാർട്ട് എടുത്ത് നമുക്ക് ഒരിക്കലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഹാർട്ട് ഒന്നും അവിടെ വെട്ടിക്കൊടുക്കാം കേട്ടോ. ഹാർട്ട് വേണ്ട നമുക്ക്. കിഡ്നി, അതുപോലെ തന്നെ ലിവർ ആൻഡ് ലങ്സ് കേട്ടോ. അവിടെ പറയുന്ന സെന്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഒരാള് ഒരു കാർഡിയാക് ഡെത്ത് മൂലം മരണപ്പെട്ട് കഴിഞ്ഞാല് വളരെ കുറച്ച് ഓർഗൻസുകൾ മാത്രമാണ് നമുക്ക് അവരിൽ നിന്നും ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ലൈക്ക് കിഡ്നി,
അതുപോലെ ലിവർ, ലങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമാണ്, ഇങ്ങനെ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ച ആളുടെ എന്താണ് ഓർഗൻസ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ആ ടൈം വളരെ ക്രൂഷ്യലാണ്. കാര്യം എന്താണെന്ന് അറിയാമോ, ശരിക്കും പറഞ്ഞാൽ ഈ കാർഡിയാക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഒരു മറ്റുള്ള എല്ലാ ഓർഗൻസുകളും ഓട്ടോമാറ്റിക് ഡെത്ത് ആയി പോകും. കാര്യം എന്താണ്, ഹാർട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ പമ്പിങ് ഓർഗൻ ആണ്. നമ്മുടെ ഈ ഒരു ഇതുകൊണ്ടത് മറ്റുള്ളതെല്ലാം ഡെത്ത് ആയി പോകാൻ റീസൺ എന്താണ്? ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല, അല്ലെ? അതായത് ഹാർട്ട് പമ്പിങ് ഓർഗൻ ആണ്. ഹാർട്ട് അവിടെ ഡെത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ ബ്ലഡ് ഫ്ലോ ഇല്ലാണ്ട് വരുന്ന സമയത്ത് ബാക്കി എല്ലാ ഓർഗൻസും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ബാക്കി എല്ലാ ഓർഗൻസും നശിച്ചു പോകും, ഡാമേജ് ആയിട്ട് പോകും. പക്ഷേ അതിന് കുറച്ച് സമയമുണ്ട്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഓർഗൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാണ് പറയുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ട് കാർഡിയാക് ഡെത്ത് സംഭവിച്ചിട്ടുള്ള രോഗികളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കുറച്ച് അവയവങ്ങൾ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ലൈക്ക് കിഡ്നി, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കിഡ്നി, അതുപോലെ ലിവർ, ലങ്സ്, അങ്ങനെയുള്ള അവയവങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് സാധിക്കും. പക്ഷെ എന്താണ്, ആ ഒരു ടൈം വളരെ ക്രൂഷ്യൽ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് എല്ലാ ഓർഗൻസും ഡെത്ത് ആവുന്നതിന് സ്വല്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഓർഗൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ബ്രെയിൻ ഡെത്ത് സംഭവിച്ച കേസുകളിൽ നമുക്ക് കൂടുതൽ ഓർഗൻസ് എടുക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിഡ്നിയും ലിവറും ലങ്സും മാത്രമേ എടുക്കാൻ പറ്റുന്നില്ല. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച കേസിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഓർഗൻസുകളും എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് സാധിക്കും. അതാണ് അവ തമ്മിലുള്ളൊരു വ്യത്യാസം കേട്ടോ. അപ്പൊ അതിനെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് കാരണമാക്കിയ ആക്ട് ഏതാണ്? ഈ പറയുന്ന ആക്ടാണ്. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാല്, ഇൻ പെർസ്യൂവൻസ് ടു ദ അമെൻഡ്മെന്റ് ആക്ട്, ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ റൂൾസ് ഹാവ് ബീൻ നോട്ടിഫൈഡ് ഓൺ 27th March 2014. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഭേദഗതി ചെയ്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നിയമം ഉണ്ടല്ലോ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ടിഷ്യൂ റൂൾസ്, ആ റൂൾസുകൾ 2014 March 27 എന്ത് ചെയ്തു? വിജ്ഞാപനം ചെയ്തു. നമുക്കറിയാം, ഭേദഗതി ചെയ്ത നിയമം പ്രാബല്യത്തിൽ വന്നത് 2014 January 10 അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസുകളും വിജ്ഞാപനം ചെയ്യുന്നത് 2014 അതേ വർഷം March 27 വിജ്ഞാപനം ചെയ്തു കേട്ടോ, നോട്ടിഫൈ ചെയ്തു. അത് എന്തായി? അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. 2014 March 27 ഈ പറയുന്ന റൂൾസുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുകൾ എന്ത് ചെയ്തു? നോട്ടിഫൈ ചെയ്തു കേട്ടോ. ഓക്കെ. The amended act and revised rules have many provisions for the promotion of organ donations from cadavers. Cadavers means എന്താണ്? Cadavers, CADAVER, cadavers means dead body ആണ് കേട്ടോ. ഹ്യൂമൻ ഡെഡ് ബോഡിനെയാണ് കാഡവർ എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ ടേം ആണ് കേട്ടോ. കാഡവർ, that means dead human body ആണ് കേട്ടോ. ഡെഡ് ബോഡി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ ഭേദഗതി നിയമത്തിലും അതുപോലെ റിവൈസ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ നിയമങ്ങളിലും നമ്മൾ ഈ മൃതദേഹത്തിൽ നിന്ന് എന്താണ് അവയവദാനം ഈ പറയുന്ന കാഡവർ മീൻസ് ഡെഡ് ബോഡിയിൽ നിന്നുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് പ്രൊവിഷൻസുകൾ ഈ പറയുന്ന നിയമത്തിൽ ഉണ്ട് കേട്ടോ. ഭേദഗതി ചെയ്ത നിയമത്തിലും പിന്നെ കുറച്ച് റൂൾസുകളൊക്കെ അതിന് റിവൈസ് ചെയ്യേണ്ടായി, പരിഷ്കരിക്കുകയുണ്ടായി. അപ്പൊ അതിനകത്തൊക്കെ ഈ പറയുന്ന ഡെഡ് ബോഡിയിൽ നിന്നും ഓർഗൻസ് എടുക്കുന്നതുമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് വ്യവസ്ഥകളെ പറ്റിയിട്ട് ആ ഒരു ആക്ടിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്ത് മാത്രമേ നമുക്ക് അവിടെ നോക്കാനുള്ളൂ? ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട്. അപ്പൊ അതിനകത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, DHOA ആക്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്. വർഷം എന്താണ്? 1994. ഇനി ഈ ഒരു ആക്ടിന്റെ ലക്ഷ്യം എന്താണ്? അതായത് മനുഷ്യാവയവങ്ങളുടെ നീക്കം ചെയ്യല്, മാറ്റിവെക്കല്, സംഭരണം എന്നിവ നിയന്ത്രിക്കുന്നതിനും മനുഷ്യാവയവങ്ങളുമായിട്ടുള്ള വാണിജ്യ ഇടപാടുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് വന്നിട്ടുള്ള ആക്ട് ആയിരുന്നു DHOA ആക്ട് 1994. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ ഒരു ആക്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഏത് 2 സംസ്ഥാനങ്ങൾ ഒഴികെ? ആന്ധ്രാപ്രദേശ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. എന്താണ് ഈ നിയമം ഭേദഗതി ചെയ്തത്? 2011. ഇനി ഭേദഗതി ചെയ്ത നിയമം എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2014 January 10 അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. നിലവിൽ ഈ നിയമം അറിയപ്പെടുന്ന പേരെന്താണ്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്നാണ്. ടിഷ്യൂ ഉണ്ട് കേട്ടോ. ടിഷ്യൂസ് ആക്ട് എന്ന പേരിലാണ് നിലവിൽ അറിയപ്പെടുന്നത്.
ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു പുതുക്കിയ നിയമങ്ങൾ എല്ലാം വിജ്ഞാപനം ചെയ്തത് എന്നാണ് 2014 മാർച്ച് 27. ഓക്കെ, പിന്നെ ഒരു കാർഡിയക് ഡെത്ത് സംഭവിച്ച ആളുടെ നിന്ന് ഏതൊക്കെ ഓർഗൻസുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും? ലിവർ, അതുപോലെ തന്നെ കിഡ്നി, പിന്നെ ലങ്സ് കേട്ടോ. ഈ പറയുന്ന അവയവങ്ങൾ മാത്രമാണ് സാധാരണ ഒരു കാർഡിയാക് ഡെത്ത് സംഭവിച്ച ആളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ച വ്യക്തിയിൽ നിന്നും ഇതിൽ കൂടുതൽ ഓർഗൻസുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്ത ആക്ടിലോട്ട് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കി, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കൂ, എന്നിട്ട് അടുത്തത് പറയാം. വായിച്ചു നോക്കൂ കേട്ടോ. നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ള മരണങ്ങൾ ഒരു ലീഗൽ ഡെത്ത് ആയിട്ട് അംഗീകരിക്കാൻ കാരണമായിട്ടുള്ള ആക്ട് ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? THOPA ആക്ട് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കാം നിങ്ങളോട്. ബ്രെയിൻ ഡെത്ത് സംബന്ധിച്ച കേസുകൾ ഇന്ത്യയിൽ ഒരു ലീഗൽ ഡെത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കാരണമായിട്ടുള്ള ആക്ട് ഏതാണ്? ഏതാണ് ആക്ട്? THOPA ആക്ട് ആണ് കേട്ടോ. ഓക്കെ, 1994 കേട്ടോ. നമുക്ക് ഓർത്ത് വെക്കാം. അതുപോലെ എന്ത് നോട്ടിഫൈ ചെയ്തു? 2014 മാർച്ച് 27 നോട്ടിഫൈ ചെയ്തു. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ആക്ടിലോട്ട് നമുക്ക് നോക്കാം. അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് അഥവാ കൃത്രിമ ബീജസങ്കലന നിയമം. അതാണ് കൃത്രിമ ബീജസങ്കലന നിയമം. അവിടെ പറയുന്നത് മനുഷ്യരുടെ കാര്യമല്ല കേട്ടോ, മൃഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്. ഓക്കെ, നമ്മള് മനുഷ്യരിൽ പറയാ ART എന്നാണ് പറയാ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നാണ് പറയുക കേട്ടോ. അതിനെ പറ്റിയല്ല ഈ നിയമം പറയുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മള് കന്നുകാലികള്, മൃഗങ്ങളിലുള്ള ഇൻസെമിനേഷനെ പറ്റിയിട്ടാണ് ഈ ഒരു ആക്ടില് പറയുന്നത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് അഥവാ കൃത്രിമ ബീജസങ്കലന നിയമമാണ്. അതായത് നമ്മുടെ കന്നുകാലികളിലെ പ്രജനനത്തിന്റെ ആ ഒരു പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങളെ പറ്റിയിട്ടാണ് ആ ഒരു ആക്ടിനകത്ത് പരാമർശിക്കുന്നത് കേട്ടോ. ഈ ആക്ട് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ മൃഗങ്ങളിലെ ആ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കൃത്രിമ ബീജസങ്കലനത്തിനെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങളാണ് ആ ഒരു ആക്ട് പ്രകാരം മുന്നോട്ട് വെക്കുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ ഈ മൃഗങ്ങളിൽ നിന്ന് ബീജം, അതിന്റെ സെമൻ, അതിന്റെ ബീജം ശേഖരിക്കുന്നതിനും അതുപോലെ അത് സംഭരിക്കുന്നതിനും അത് വിൽക്കുന്നതിനും അതുപോലെ അത് ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും കൃത്രിമ ബീജസങ്കലനം ചെയ്യണമെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ, അതായത് ഇത് പറയുന്നത് ശരിക്കും ഒരു ബന്ധപ്പെട്ട അതോറിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെന്റ് സ്ഥാപനമാവാം, ഏതെങ്കിലും ഇപ്പൊ ഈ മൃഗസംരക്ഷണ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റോ അങ്ങനെ എന്തെങ്കിലും സെക്ഷൻ ഒക്കെ ആവാം. ഓക്കെ, അങ്ങനെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ട അതോറിറ്റിയുടെ അനുമതി ഉണ്ടായിരിക്കണം. അവരുടെ അനുമതി അല്ലെങ്കിൽ ഒരു പെർമിറ്റോട് കൂടി മാത്രമേ കന്നുകാലികളിൽ നിന്ന് ബീജം ശേഖരിക്കാനും അത് സ്റ്റോർ ചെയ്യാനും വിൽക്കാനോ സംഭരിക്കാനോ അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ പാടുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ആക്ട് ആണ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ കന്നുകാലി പ്രജനനത്തിലെ കൃത്രിമ ബീജസങ്കലനവുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങളാണ് ഈ ഒരു ആക്ടിനകത്ത് പറയുന്നത്. ഈ ഒരു ആക്ട് അനുസരിച്ച് കന്നുകാലികൾ, മീൻസ് മൃഗങ്ങളിൽ നിന്ന് ബീജം ശേഖരിക്കുന്നതിനും അത് സംഭരിക്കുന്നതിനും വിൽക്കുന്നതിനും ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും ബന്ധപ്പെട്ട അതോറിറ്റിയുടെ അനുമതി ഉണ്ടായിരിക്കണം. അവരുടെ പെർമിറ്റോട് കൂടി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് അനുശാസിക്കുന്ന ഒരു ആക്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്. ഓക്കെ, ഇനി നമുക്കത് വായിക്കാം. ദിസ് ആക്ട് പ്രിസ്ക്രൈബ്ഡ് ദ ഒബ്ലിഗേഷൻ ടു ഒബ്റ്റെയിൻ എ പെർമിറ്റ് ഫ്രം ദ മിനിസ്റ്റർ. ശരിക്കും ഇവര് പറയുന്നുണ്ടല്ലോ ഒരു ബന്ധപ്പെട്ട അതോറിറ്റിയുടെ അംഗീകാരം വേണമെന്ന് പറഞ്ഞു അല്ലെ.
ശരിക്കും ഇവര് പറയുന്നത് ഒരു മിനിസ്റ്ററുടെ അംഗീകാരമാണ്. മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മൃഗസംരക്ഷണ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മിനിസ്റ്റർ ഉണ്ടല്ലോ, അവരുടെ ഒരു അനുമതി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോ ഒരു ഇവിടെ ഉദ്ദേശിക്കുന്ന അതോറിറ്റി എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ ഒക്കെയാണ് നമ്മൾ ഈ ഗവൺമെന്റ് സ്ഥാപനം അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് അതോറിറ്റി. ശരിക്കും ഇവിടെ പറയുന്ന മിനിസ്റ്റർ എന്നാണ്. മീൻസ് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്റർ. ഓക്കെ, അപ്പൊ അവരുടെ എന്ത് വേണം, ഒരു പെർമിറ്റ് അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറെ അധികാരങ്ങളും മറ്റുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പെർമിറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ദ കളക്ഷൻ, സെയിൽ, ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് അനിമൽ സെമൻ ഓർ ക്യാരിങ് ഔട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അതായത് കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിന് ഈ ഒരു പെർമിറ്റ് ആവശ്യമാണ്. A person shall not collect, sell, import or export semen from an animal or artificially inseminate an animal except under in accordance with the conditions contained in permit. ഈ ഒരു പെർമിറ്റിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ആ വ്യവസ്ഥകൾ കൃത്യമായിട്ട് അനുസരിച്ച് പാലിച്ചുമല്ലാതെ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന സെമൻ കളക്ട് ചെയ്യാനോ സെല് ചെയ്യാനോ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ എന്തിനു പറയുന്ന ഇൻസെമിനേഷൻ നടത്താനോ സാധ്യമല്ല. അതിന് കൃത്യമായിട്ട് ആരുടെ അംഗീകാരം വേണം, ഒരു മിനിസ്റ്ററിന്റെ പെർമിറ്റ് ആവശ്യമാണ്. ഓക്കെ, the act also defines the power of inspection for the purposes of this act and also defines powers of inspection for the purpose of this act and regulation making powers of the minister. ശരിക്കും പറഞ്ഞാൽ ഈ നിയമവുമായിട്ട് ഈ നിയമം നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും ആർക്കാണുള്ളത്, മിനിസ്റ്റർക്കാണ്. അത് കൃത്യമായിട്ട് ആ ഒരു നിയമത്തിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്ററുടെ അധികാരങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന് നേരെ വർഷമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് പ്രധാനമായിട്ടും എന്താണ്, മൃഗങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു പെർമിറ്റ് ഉണ്ടായിരിക്കണം. ആരുടെ പെർമിറ്റ് ആണ് വേണ്ടത്, ഒരു മിനിസ്റ്ററിന്റെ പെർമിറ്റ് ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? വായിച്ചോളൂ കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് കേട്ടോ. വായിച്ചു നോക്കാം. നെക്സ്റ്റ് ആക്ടിലോട്ട് കടക്കാം കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ് കേട്ടോ. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്, ഈ മാനസിക വൈകല്യങ്ങളുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ കസ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഏതാണെന്നറിയോ? നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് കേട്ടോ. ഇതാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് അതുമായിട്ട് ബന്ധപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് വായിക്കാം. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്, സെക്ഷൻ 14 അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. സെക്ഷൻ 14 ഓഫ് ദ നാഷണൽ ട്രസ്റ്റ് ആക്ട് സേസ് ദാറ്റ് എ പാരന്റ്, റിലേറ്റീവ് ഓർ ഓർഗനൈസേഷൻ can voluntarily apply for guardianship with the local committee established under the same act. അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണ്? നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് കേട്ടോ. അപ്പൊ നാഷണൽ ട്രസ്റ്റ് ആക്ടിലെ സെക്ഷൻ 14 കേട്ടോ. ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 14, 14ാമത്തെ സെക്ഷൻ. ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെയും അവരുടെ രക്ഷാകർത്തൃത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളും അവരുടെ ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് അവരുടെ രക്ഷാകർത്തൃ അപേക്ഷകൾക്കായിട്ടുള്ള നടപടിക്രമങ്ങളെ പറ്റിയിട്ടാണ് ആ ഒരു ആക്ടിനകത്ത് പറയുന്നത്. ആ ആക്ടിന്റെ ഏത് സെക്ഷനിലാണ്? 14ാമത്തെ സെക്ഷനിലാണ് അത് പറയുന്നത്. ഏതാണ് ആക്ട്? നാഷണൽ ട്രസ്റ്റ് ആക്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ ഒരു ആക്ട് പ്രകാരം സ്ഥാപിതമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി, പ്രാദേശിക കമ്മിറ്റിയിൽ നിന്ന് ഈ പറയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷാകർത്തൃത്വത്തിന് വേണ്ടിയിട്ട്, ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റിനോ റിലേറ്റീവിനോ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ അനുവദിക്കുന്ന ഒരു ആക്ട് ആണ് കേട്ടോ. അതായത് ഈ ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി ഉണ്ട്. ആ ലോക്കൽ കമ്മിറ്റിയിൽ പോയിട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയുടെ ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റിനോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ഏതെങ്കിലും റിലേറ്റീവിനോ നേരിട്ട് പോയി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സെക്ഷൻ 14 ഓഫ് ദ നാഷണൽ ട്രസ്റ്റ് ആക്ട് says that a parent, relative or organization can voluntarily apply for അവർക്ക് സ്വമേധയാ പോയി അപ്ലൈ ചെയ്യാം. വേറെ ആരുടെയും കാര്യം എന്താണ് മറ്റുള്ള ഡോക്യുമെന്റ്സ് അങ്ങനെയൊന്നും അവർക്ക് തന്നെ നേരിട്ട് പോയി എന്ത് ചെയ്യാം, ആ ലോക്കൽ കമ്മിറ്റിയിൽ പോയിട്ട് ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചാലഞ്ചസുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് അനുസരിച്ച് അങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്, the guardian appointed under this provision has to take care of the mentally retarded person as well as his property. അത് മാത്രമല്ല ഈ ഒരു വ്യവസ്ഥ പ്രകാരം എന്താണ് നിയമിതനാകുന്ന അധികാരി, അവർക്ക് ആരാണോ ആ ഒരു ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കുന്ന വ്യക്തി, അവരെന്ത് ചെയ്യണം, അവർ ആ മാനസിക വൈകല്യമുള്ള ആളുകളെ സംരക്ഷിക്കാനും അവരുടെ സ്വത്തും കൈകാര്യം ചെയ്യാനുള്ള ഒരു അധികാരം അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അവരെയും നോക്കണം. അവരെന്തെങ്കിലും ഒരുപാട് സ്വത്തുക്കൾക്ക് ഉടമയായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ സ്വത്തും കൈകാര്യം ചെയ്യാനുള്ള ഒരു അധികാരം ഈ ഒരു ആക്ട് പ്രകാരം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഏത് ആക്ട് പ്രകാരമാണ്? നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം. ഓക്കെ, അപ്പോ ഇനി ആരാണ് റിലേറ്റീവ്? നമ്മൾ പറഞ്ഞു പാരന്റ് പിന്നെ ഓക്കെ, ആരാണ് റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളെയാണ് നമ്മൾ റിലേറ്റീവ് ആയിട്ട് പറയുന്നത്. നോക്കുക, ദ റിലേറ്റീവ് അണ്ടർ ചാപ്റ്റർ 6 ഓഫ് ദ നാഷണൽ ട്രസ്റ്റ് will include any person, underline ചെയ്യാട്ടോ, any person that is related to the disabled person by blood, marriage or adoption. കേട്ടോ, അതാണ് റിലേറ്റീവ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതേ ആക്ടിന്റെ തന്നെ ഏതാണ് ചാപ്റ്റർ 6 അല്ലെ 6-ാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. റിലേറ്റീവ് എന്ന് പറഞ്ഞാല് ഈ ഡിസേബിൾഡ് വ്യക്തിയുമായിട്ട് ഒന്നുകിൽ രക്തബന്ധം പുലർത്തുന്ന ആളുകളായിരിക്കണം, അല്ലെങ്കിൽ വിവാഹത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡോപ്ഷനിലൂടെയോ ബന്ധമുള്ള ആളുകളെയാണ് ഇവിടെ നമ്മൾ റിലേറ്റീവ് ആയിട്ട് കണക്കാക്കുന്നത്. ഇത് തോന്നിയ ആളുകളെയല്ല, ഒന്നുകിൽ ആ ഡിസേബിൾഡ് വ്യക്തിയുമായിട്ട് രക്തബന്ധമുള്ള ആളുകളായിരിക്കണം, അവരുടെ വല്ല സിബിലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷനുള്ള ആളായിരിക്കണം. അതുമല്ലെങ്കിൽ മാരേജിലൂടെ ചിലപ്പോൾ അവരുടെ സ്പൗസോ അങ്ങനെ ആ രീതിയിലുള്ള ഒരു മാരേജ് റിലേഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ അഡോപ്ഷൻ, ചില ദത്തെടുക്കുമല്ലോ, കുട്ടികളെ ദത്തെടുക്കുമ്പോൾ അങ്ങനെ സിബിലിങ്സ് ആയിട്ട് വരുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ രീതിയിൽ ഡിസേബിൾഡ് വ്യക്തിയുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളുകളെയാണ് നമ്മൾ ഈ ഒരു റിലേറ്റീവ് ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അത് ചാപ്റ്റർ 6-ലാണത് പറയുന്നത്. ആ ഒരു ആക്ടിന്റെ ചാപ്റ്റർ 6-ലാണത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ ഇത്രയേ ഉള്ളൂ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷാകർതൃത്വത്തിന് വേണ്ടിയിട്ട്, ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് ഏത് ആക്ട് പ്രകാരമാണ്? നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 14 പ്രകാരം പ്രാദേശിക കമ്മിറ്റിയില് ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു പാരന്റിനോ റിലേറ്റീവിനോ എന്ത് ചെയ്യാം, അവർക്ക് സ്വമേധയാ അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു നിയമപ്രകാരം മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംരക്ഷിക്കുന്നതിനും അവരുടെ സ്വത്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം ഈ ഒരു നിയമം അനുസരിച്ച് അവർക്ക് ലഭിക്കുന്നു. ഓക്കെ, റിലേറ്റീവ് എന്ന് പറഞ്ഞാല് ഈ ഒരു ആക്ടിന്റെ 6-ാം അധ്യായത്തില് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഡിസേബിൾഡ് വ്യക്തിയുമായിട്ടൊന്നുകിൽ റിലേഷനോ മാരേജ് അഡോപ്ഷൻ ആ രീതിയിലുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ റിലേറ്റീവ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമ്മള് നെക്സ്റ്റ് പഠിക്കുന്നത് നേരത്തെ പഠിച്ച ഒരു ആക്ട് തന്നെയാണ് കേട്ടോ. PNDT ആക്ട്. പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല, സെയിം അത് തന്നെയാണ് PNDT ആക്ട് കേട്ടോ. PCPNDT എന്നാണ് നമ്മൾ പുതുതായിട്ട് ആ പേര് ആ ഒരു ആക്ട് അറിയപ്പെടുന്നത്. അഥവാ സെക്സ് ഡിറ്റർമിനേഷൻ ആക്ട്. അത് എന്താ പഠിച്ചത്? സെക്സ് പ്രൊഹിബിഷൻ ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. The Pre-Conception and Prenatal Diagnostic Techniques Act 1994 has banned prenatal sex determination. പഠിച്ച കാര്യമാണ് അല്ലെ. കൺസെപ്ഷൻ സമയത്ത് കുഞ്ഞുങ്ങളുടെ ലിംഗനിർണയം നിരോധിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് PCPNDT ആക്ട് 1994 എന്ന് പറയുന്നത്. ഓക്കെ, വെരി ജനറ്റിക് കൗൺസിലിംഗ് സെന്റർ, genetic laboratory or genetic clinic engaged in counseling or conducting prenatal diagnostic techniques like in vitro fertilization with the potential of sex selection
before and after conception comes under the purview of the PCPLDT Act under BAN. അതായത് നമുക്കറിയാം നമ്മളിവിടെ പറയുന്ന ജനറ്റിക് കൗൺസിലിംഗ് സെന്റർ അല്ലെങ്കിൽ ജനറ്റിക് ലബോറട്ടറി, ജനറ്റിക് ക്ലിനിക്ക് ഇതൊക്കെ എന്താണ്? These are the medical facilities ആണ് that provide the genetic test and counseling services. അതായത് ഈ ജനിതകപരമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്, ജനറ്റിക് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ കുട്ടി മെയിൽ ആണോ ഫീമെയിൽ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറ്റിക് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ജനറ്റിക് കൗൺസിലിംഗ് സെന്റർ, ജനറ്റിക് ലാബ്, ജനറ്റിക് ക്ലിനിക് എന്നൊക്കെ പറഞ്ഞ് മെഡിക്കൽ ഫെസിലിറ്റികളാണ്. അവര് പ്രൊവൈഡ് ചെയ്യുന്നത് ജനറ്റിക് ടെസ്റ്റുകള്, അതുപോലെ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ് സർവീസ് ഒക്കെ കൊടുക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റികളാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ലിംഗനിർണയത്തിന് സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് IVF, അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രിനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക്. നമ്മൾ ഈ അൾട്രാസൗണ്ട് ഒക്കെ പ്രിനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആണ്. IVF അതുപോലെ തന്നെയാണ്. അതിലൂടെ നമുക്ക് ആ കുഞ്ഞുങ്ങള് ഏത് സെക്സിൽ പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഹിബിഷൻ അവിടെയുണ്ട്. അത് ആ പ്രൊഹിബിഷൻ കൊണ്ടുവന്നത് ഈ ഒരു ആക്ട് അനുസരിച്ചിട്ടാണ് കേട്ടോ. അതാണ് അവിടെ ഒരു പറഞ്ഞത്. ജനറ്റിക് കൗൺസിലിംഗ് സെന്ററും ജനറ്റിക് ലാബുകള്, ജനറ്റിക് ക്ലിനിക്കുകള്, അതുപോലെ കുഞ്ഞിന്റെ ലിംഗനിർണയത്തിന് സാധ്യതയുള്ള IVF, ഇതൊക്കെ തന്നെ ഈ പറയുന്ന എല്ലാം തന്നെ എന്തിന്റെ പരിധിയിൽ വരുന്നതാണ്? PCPLDT ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. അതിന് കൃത്യമായിട്ട് അവിടെ ബാൻ ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു IVF ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അത് നടക്കുന്നുണ്ട്, IVF ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ കുട്ടിയുടെ ലിംഗനിർണയം പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് എടുക്കണം. അൾട്രാസൗണ്ട് ആവശ്യമുള്ള ഒരു പ്രിനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ അബ്നോർമാലിറ്റീസോ ഡിസോർഡറോ ഉണ്ടെങ്കിൽ അതറിയണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് എടുക്കണം. പക്ഷെ എന്ത് പറയരുത്, സെക്സ് വെളിപ്പെടുത്തരുതെന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് PCPLDT ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ആക്ടിന്റെ പർപ്പസ്? നമ്മൾ പറഞ്ഞതാണ് പെൺഭ്രൂണഹത്യ തടയുക എന്നുള്ളതാണ് ആ ആക്ട് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് അല്ലെ. The main objective of the act എന്നാണ് കേട്ടോ. അവിടെ കാറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ആക്ട് എന്നാണ് കേട്ടോ. കാറ്റ് വെട്ടിയുടെ ആക്ട് എന്നാക്കാം. The main objective of the act is the arrest of the declining sex ratio in India due to rampant female foeticide. That means നമ്മുടെ വ്യാപകമായിട്ടുള്ള പെൺഭ്രൂണഹത്യ കാരണം നമ്മുടെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? ലിംഗാനുപാതം കുറഞ്ഞു അല്ലെ. അപ്പൊ അതിനെ പരിഹരിക്കാനായിട്ട്, അത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു PCPLDT ആക്ട് 1994. അപ്പൊ ആ ഒരു ആക്ടിന്റെ പരിധിയിൽ വരുന്നത് എന്തൊക്കെയാണ്? ജനറ്റിക് കൗൺസിലിംഗ് സെന്ററുകള്, ജനറ്റിക് എന്താ പറയുക ലബോറട്ടറികള്, ജനറ്റിക് ക്ലിനിക്കുകള്, അതുപോലെ തന്നെ പ്രിനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ് IVF. അതുപോലെ ഇതെല്ലാം തന്നെ ഇതിന്റെ പരിധിയിൽ വരുന്നതാണ് PCPLDT ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. പെൺഭ്രൂണഹത്യ തടയുക എന്ന ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആക്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ആക്ട് പറയാലോ. നെക്സ്റ്റ് ആക്ട് പറയട്ടെ. അടുത്തതാണ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് കേട്ടോ. അതാണ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്. അതായത് നമ്മൾ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമം കേട്ടോ. ഫുഡ് അഡൾട്രേഷൻ ആക്ട് കേട്ടോ. ഭക്ഷ്യമായം ചേർക്കൽ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ആക്ട് പറയുന്നത്? The act provides the protection from adulteration or contamination of food that may lead to the health risk of consumers. കേട്ടോ. അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ആരോഗ്യം അല്ലെ, അവരുടെ ആരോഗ്യം അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഭക്ഷണത്തിൽ മായം ചേർക്കുക അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ട ഭക്ഷണം വിതരണം ചെയ്യുക, അതിൽ നിന്നൊക്കെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ആരോഗ്യത്തിന് അപകടത്തിലാക്കുന്ന തരത്തിലുള്ള അഡൾട്രേഷൻ, ഭക്ഷണത്തിന് മായം ചേർക്കല് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ അല്ലെ, അതായത് മലിനീകരിക്കപ്പെട്ട ഭക്ഷണം വിതരണം ചെയ്യുക, അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ്
ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ആക്ട് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കിയേ. The act deals with the frauds also that can be perpetrated by the dealers by supplying cheaper or adulterated foods. അതായത് ഈ വില കുറഞ്ഞത് അല്ലെങ്കിൽ ഈ എന്താണ് മായം കലർന്നിട്ടുള്ള ഫുഡുകള് വിതരണം ചെയ്യുന്ന ഡീലർമാരൊക്കെ ഉണ്ടല്ലോ, ഡീലർമാര് അത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തുന്ന ഡീലർമാരെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മൾക്കറിയാലോ ഹോട്ടലുകളിലും മറ്റൊക്കെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലെ. കാര്യം എന്താണ്, വില കുറഞ്ഞ ഫുഡുകള് അല്ലെങ്കിൽ ചിലപ്പോ മായം ചേർത്ത ഫുഡുകള് അതൊക്കെ എന്താണ് വിതരണം ചെയ്യുന്ന ഡീലർമാരുണ്ട് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ തട്ടിപ്പുകളും മറ്റും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് വന്നൊരു ആക്ടാണ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദ ആക്ട് റെഗുലേറ്റ്സ് the use of chemicals, pesticides, flavors and other additives in food preparation. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ രുചി കൂട്ടാൻ അല്ലെങ്കിൽ നിറം കൂട്ടാൻ അതിന്റെ ഫ്ലേവർ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന കെമിക്കൽസ്, അതുപോലെ മറ്റ് പെസ്റ്റിസൈഡ്സ്, ഫ്ലേവറുകള്, സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർക്കും. ആവശ്യത്തിന് അധികം ചേർക്കാം, മറ്റേതെങ്കിലും അഡിക്റ്റീവ്സുകളൊക്കെ ചേർക്കാം. അതൊക്കെ ഈ ഒരു നിയമപ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം ഇത്ര അളവും ഇത്ര ഒരു റേഞ്ച് ഒക്കെ അവർ പറയുന്നുണ്ട്, അതിനനുസരിച്ച് മാത്രമേ അങ്ങനെ ചേർക്കാനായിട്ട് പാടുള്ളൂ. ചേർക്കുന്നുണ്ട്, പക്ഷെ എന്തുണ്ട്, അതിനൊരു റേഞ്ചും കാര്യങ്ങളൊക്കെ അവരവിടെ കൃത്യമായിട്ട് ഈ ആക്ട് പ്രകാരം നിയന്ത്രിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല ത്രൂ ദിസ് ആക്ട് there is a control over dumping of substandard food. അതുപോലെ നിലവാരം കുറഞ്ഞ ഫുഡുകളെ ഡംപ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും ഈ ആക്ട് പ്രകാരം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ വെറുതെ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് മാത്രമല്ല, പല കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ മായം ചേർത്ത ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന ഡീലർമാരെ കൈകാര്യം ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തിന്റെ രുചിയും നിറമൊക്കെ കൂട്ടാൻ, മണമൊക്കെ കൂട്ടാനായിട്ട് ചേർക്കുന്ന കെമിക്കൽസ്, ഫ്ലേവറുകൾ, അഡിക്റ്റീവ്സ്, അതിന്റെ ഉപയോഗം ഈ ഒരു ആക്ട് പ്രകാരം നിയന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിലവാരം കുറഞ്ഞ ഭക്ഷണം അത് ഡംപ് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഈ ഒരു ആക്ട് പ്രകാരം വന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ enrichment of flour, bread or other cereals with vitamin C in certain foods can be done under the provision made in this act. നമ്മളിപ്പോ എല്ലാത്തിനും നിയന്ത്രണത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മൾ ചില ഭക്ഷണങ്ങളിലെ ഈ വിറ്റാമിൻ സി നമുക്ക് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് അല്ലെ, വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ്. സോ ഈ വിറ്റാമിൻ സി ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള മാവ്, ബ്രെഡ് അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങളൊക്കെ കുറെ കൂടെ സമ്പുഷ്ടമാക്കുന്നതിനും ഈ ഒരു ആക്ട് പ്രകാരം വ്യവസ്ഥകളുണ്ട്. നമ്മള് മറ്റുള്ള എല്ലാത്തിനും നിയന്ത്രണത്തിനാണ്, എല്ലാം ഈ ഒരു ആക്ടിലെ എല്ലാം നിയന്ത്രിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. നിയന്ത്രണം മാത്രമല്ല, വിറ്റാമിൻ സി ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങളിൽ വിറ്റാമിൻ സി ആഡ് ചെയ്തത് കുറെ കൂടെ എൻറിച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകളും ഈ ഒരു ആക്ടിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതർ ആക്ട്സ് റിലേറ്റഡ് ടു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണ്. അങ്ങനെ നമ്മുടെ ആരോഗ്യ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ആക്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞിട്ട് ID ആക്ട് കേട്ടോ. ID ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമയില്. എന്നറിയോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഓക്കെ, അതുപോലെ തന്നെ WC ആക്ട്. WC ആക്ട് എന്താണെന്നറിയോ? വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് എന്നാണ് കേട്ടോ. വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട്. അതുപോലെ തന്നെ ESI ആക്ട്. ESI ആക്ട് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആക്ട് ആണെന്ന് നമുക്കറിയാം. ഒരു സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആക്ട് ആണ്. അത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ESI ആക്ട്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ ആക്ട് കേട്ടോ. ഓക്കെ, മറ്റു പല ആക്ടുകൾ ഇതൊക്കെയാണ്. ID ആക്ട്, WC ആക്ട്, ESI ആക്ട്, ട്രേഡ് യൂണിയൻ ആക്ട്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്താന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? WC എന്ന് പറഞ്ഞാല് വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട്. ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. കണ്ടില്ലേ, WC ആക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് കേട്ടോ. തൊഴിലാളി നഷ്ടപരിഹാര നിയമമാണ് കേട്ടോ. തൊഴിലാളി നഷ്ടപരിഹാര നിയമമാണ്. അതൊന്ന് വായിച്ചേ നിങ്ങള്. ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഒന്ന് വായിച്ചേ.
നെക്സ്റ്റ് വരുന്നതാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ആക്ടുകളിൽ എന്തൊക്കെയാണ്? ഒന്ന് ID ആക്ട് കേട്ടോ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഏതാണ് വർഷം? 1947 കേട്ടോ, 1947. നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട് അല്ലെ? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന ടേമിന്റെ കീഴിലാണ് വരുന്നത്. അങ്ങനെയല്ലേ നമ്മളവിടെ പറഞ്ഞത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന ടേമിന്റെ കീഴിലാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ആക്ട് ബാധകമായിട്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. എന്തായിരുന്നു ആ ആക്ട് പ്രകാരം നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചത്? എന്തായിരുന്നു? വ്യാവസായിക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 എന്ന് പറയുന്നത് അല്ലെ. വ്യാവസായിക സമാധാനം ഉറപ്പുവരുത്തുക, വ്യാവസായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വന്ന ഒരു ആക്ട് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആസ് പെർ ദ സെക്ഷൻ 2K. ഏതാണ് സെക്ഷൻ 2K? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സെക്ഷൻ 2K ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ്, അവിടെ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. What is an industrial dispute? Industrial dispute is defined as any dispute or difference between employers or between employers and workmen or between workmen and workmen which is connected with the employment or non-employment or the terms of employment or with the condition of labor of any person. അല്ലെ, എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താവാം? ഏത് തരത്തിലുള്ള ഡിസ്പ്യൂട്ട്? ആർക്കിടയിലുള്ള ഡിസ്പ്യൂട്ട്, ഒന്നില്ലെങ്കിൽ തൊഴിലുടമകൾക്കിടയിലുള്ള ഡിസ്പ്യൂട്ട് ആവാം, അല്ലെങ്കിൽ ഒരു തൊഴിലുടമയ്ക്കും ജീവനക്കാരനും ഇടയിൽ നടക്കുന്ന ഡിസ്പ്യൂട്ട് ആവാം, അതുമല്ലെങ്കിൽ വിവിധ തൊഴിലാളികൾക്കിടയിൽ നടക്കുന്ന ഡിസ്പ്യൂട്ട് ആവാം. ഇതിനെ എല്ലാത്തിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആയിട്ട് കണക്കാക്കാം. മനസ്സിലായല്ലോ? തൊഴിലുടമകൾക്കിടയിൽ നടക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു തൊഴിലുടമയ്ക്കും ജീവനക്കാരനും ഇടയിൽ നടക്കുന്നതാവാം, അല്ലെങ്കിൽ ജീവനക്കാർക്ക് അവരുടെ ഇടയിൽ പരസ്പരം നടക്കുന്നതായിട്ടുള്ള ഏതൊരു ഡിസ്പ്യൂട്ടിനെയും സംഘർഷത്തിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആയിട്ട് കണക്കാക്കാം. ഇനി എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകളാണ്? ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എംപ്ലോയ്മെന്റ് ഓർ നോൺ എംപ്ലോയ്മെന്റ്. ചിലപ്പോൾ തൊഴിലിനായ്മയായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകളാവാം. തൊഴിൽ സംബന്ധമായിട്ട് എന്തൊക്കെ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകും? ചിലപ്പോൾ അവരുടെ ബെനിഫിറ്റ്സിനെ സംബന്ധിച്ചോ, അവരുടെ വേജസ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മറ്റ് ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എന്തായിരിക്കും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, ചിലപ്പോൾ ആ ജോലിയുടെ നിബന്ധനകളും വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം. അതുമല്ലെങ്കിലോ വിത്ത് ദ കണ്ടീഷൻ ഓഫ് ലേബർ ഓഫ് എനി പേഴ്സൺ, അതായത് ആ ഒരു ജോലി എടുക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം. അല്ല, ആ ഒരു വ്യക്തിക്ക് ഓവറോൾ ആയിട്ട് അവരുടെ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ, അവർക്ക് കൊടുക്കുന്ന വർക്കിംഗ് കണ്ടീഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ആവാം. ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ളതാവാം? അത് തൊഴിലുടമകൾക്കിടയിൽ നടക്കുന്നതാവാം, ചിലപ്പോൾ തൊഴിലുടമയ്ക്കും ജീവനക്കാരുടെ ഇടയിൽ നടക്കുന്നതാവാം, ജീവനക്കാർക്ക് ഇടയിൽ നടക്കുന്നതാവാം. ഇതിനെ സംബന്ധിച്ചാണ് ഒന്നുകിൽ എംപ്ലോയ്മെന്റ് നോൺ എംപ്ലോയ്മെന്റിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയുള്ളതായാലും അതിനെയൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആയിട്ട് കണക്കാക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് സെക്ഷൻ 2K പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി വേറൊരു ആക്ട് കൂടെ നമ്മൾ അവിടെ പറഞ്ഞുള്ളത് എന്താണ്? വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് അഥവാ WC ആക്ട് കേട്ടോ. WC ആക്ട് എന്താണ്? വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് അഥവാ തൊഴിലാളി നഷ്ടപരിഹാര നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് വർഷം എന്നറിയാമോ? 1923 ഈ ഒരു ആക്ട് വരുന്നത് കേട്ടോ. നോക്കാം. The Workmen's Compensation Act 1923 aims to provide workmen and or their dependents some in case of accidents arising out of and in the course of employment and causing either death or disablement of workmen. 1923 വർക്ക്മാൻ കോമ്പൻസേഷൻ WC ആക്ട് അനുസരിച്ച് ജോലിക്കിടയിൽ ഉണ്ടാവുന്ന അപകടങ്ങള് അല്ലെ, ജോലിക്കിടയിൽ ഉണ്ടാവുന്ന അപകടങ്ങളും അതുപോലെ അതുവഴി ഈ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന മരണമോ വൈകല്യങ്ങൾക്കോ കാരണമാകുന്ന സാഹചര്യത്തില് അവർക്ക് പണം നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട
ഒരു ആക്ടാണ് കേട്ടോ. അതായത് ഇപ്പൊ ജോലിക്കിടെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു, അവിടുത്തെ തൊഴിലാളികൾക്ക് ഒരു പക്ഷെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചു. അപ്പൊ എന്ത് വേണം? ആ മരണപ്പെട്ട തൊഴിലാളിക്കും അവരുടെ ആശ്രിതർക്കും, ഓക്കെ, മരണം തന്നെ ആണെന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കാം അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വേണം? അവർക്കും ആ തൊഴിലാളിക്കും അവരുടെ ആശ്രിതർക്കും, അതായത് അവരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം പണം നൽകുന്നതിന് ആർക്ക് ലയബിലിറ്റി ഉണ്ട്? എംപ്ലോയർക്ക് ലയബിലിറ്റി ഉണ്ട്. ആ തൊഴിലുടമ വേണം അവർക്ക് ആ ഒരു നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട്. അങ്ങനെ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ആക്ടാണ് വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ഏത് വർഷമാണ്? 1923. ഓക്കെ. The act imposes statutory liability upon an employer. എംപ്ലോയർക്കാണ് അതിന്റെ ലയബിലിറ്റി. ഇതെല്ലാം ചെയ്യാട്ടോ. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ലയബിലിറ്റി ആർക്കാണ്? എംപ്ലോയർക്കാണ്, തൊഴിലുടമയ്ക്കാണ്. To provide payment to employees when they suffer from physical disabilities and diseases during the course of employment. ജോലിക്കിടെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അപകടം സംഭവിച്ച വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള ആ ഉത്തരവാദിത്തം ആർക്കാണ്? തൊഴിലുടമയ്ക്കാണ് എന്ന് അനുശാസിക്കുന്ന നിയമമാണ് WC Act 1923. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? The Workmen's Compensation Act 1923. ഒന്ന്, ഇത് എക്സ്റ്റെൻസ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ മുഴുവനും ഇത് വ്യാപകമായിട്ടുള്ള ഒരു നിയമമാണ്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് കെയിം ഇൻടു ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ജൂലൈ 1924. 1924 ജൂലൈ 1 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത്. നമ്മൾ ആക്ട് പറയുമ്പോൾ 1923 ആക്ട് പറയുമ്പോൾ 1923. പക്ഷെ ആ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഈ രാഷ്ട്രപതി മറ്റു ഒപ്പൊക്കെ വെച്ച് ലോക്സഭ അതുപോലെ തന്നെ രാജ്യസഭ ഇതൊക്കെ പാസ്സാക്കി അവസാന രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോഴാണ് നമുക്കിത് ശരിക്കും ഇഫക്റ്റിലാവുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ. അപ്പൊ പല ആക്ടുകൾ വന്നെങ്കിലും അത് പ്രാബല്യത്തിൽ വരുന്നത് വേറെ വർഷത്തിലായിരിക്കും. അപ്പൊ ഇത് പ്രാബല്യത്തിൽ വന്നത് എന്താണ്? 1924 ജൂലൈ 1 കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങള് അപർണ മിസ് ആയിരിക്കും കണ്ണി വെക്കുന്നുണ്ടാവാം. ഈ ഒരു ചാപ്റ്ററിന്റെ ബാലൻസ് ഭാഗമുണ്ടല്ലോ, ട്രേഡ് യൂണിയൻ തൊട്ട് ബാക്കിയുള്ള ഭാഗങ്ങള് അപർണ മിസ് ആയിരിക്കും കേട്ടോ എടുക്കുന്നുണ്ടാവാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് ചെറിയൊരു റിവിഷൻ പോലെയൊക്കെ നമുക്ക് നടത്താം കേട്ടോ. എന്താണ് ക്ലാസ് എടുക്കാത്തത്? അത് വേറെ ഒന്നുമല്ല, എനിക്ക് വലിയ വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. മിസ് എടുക്കും കേട്ടോ, മിസ് എടുക്കും. ഞാൻ എടുക്കണം നിർബന്ധം ഉണ്ടാവോ? കുഴപ്പമില്ലല്ലോ, മിസ് എടുക്കും കേട്ടോ. ഓക്കെ, നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ.